കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റും കേരള വിഷൻ പ്രഥമ ചെയർമാനുമായിരുന്ന NH അൻവറിന്റെ സ്മരണാർത്ഥം NH അൻവർ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ മാധ്യമ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. മാധ്യമ മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം മുതിർന്ന മാധ്യമ പ്രവർത്തകൻ MG രാധാകൃഷ്ണൻ ഏറ്റുവാങ്ങി. സാഹിത്യകാരൻ NS മാധവൻ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. NH അൻവറിന്റെ 8ാം ചരമവാർഷിക ദിനത്തിലായിരുന്നു അൻവർ അനുസ്മരണവും മാധ്യമ പുരസ്കാരങ്ങളുടെ വിതരണവും നടന്നത്. എറണാകുളം ടൗൺ ഹാളിൽ നടന്ന ചടങ്ങിന് സാക്ഷികളായത് മാധ്യമ സാംസ്കാരിക മേഖലയിലെ പ്രമുഖരും ഓപ്പറേറ്റർമാരും അടക്കം നിരവധി ആളുകൾ. സാറ്റലൈറ്റ് മാധ്യമത്തിലെ മികച്ച റിപ്പോർട്ടർക്കുള്ള പുരസ്കാരം ഏഷ്യാനെറ്റ് ന്യൂസിലെ ശ്രാവൺ കൃഷ്ണ ഏറ്റുവാങ്ങി. ഏഷ്യാനെറ്റ് റിപ്പോർട്ടർ സുഹൈൽ അഹമ്മദ് ജൂറി പരാമർശം ഏറ്റുവാങ്ങി. കേബിൾ ടി വി ചാനൽ വിഭാഗത്തിലെ മികച്ച റിപ്പോർട്ടർക്കുള്ള പുരസ്കാരം ദൃശ്യ ന്യൂസിലെ ജോജു ജോസഫും, ക്യാമറ പേഴ്സണുള്ള പുരസ്കാരം വയനാട് വിഷനിലെ ഷീലറ്റ് സിജോയും, വിഷ്വൽ എഡിറ്റർക്കുള്ള പുരസ്കാരം വയനാട് വിഷനിലെ പ്രശോഭ് ജയകുമാറും ഏറ്റുവാങ്ങി. ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ സെക്രട്ടറി MG സുരേഷ് കുമാർ അനുസ്മരണ പ്രഭാഷണം നടത്തി. NH അൻവർ ട്രസ്റ്റ് സെക്രട്ടറി KV രാജൻ, COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ, സിനിമാ മാധ്യമ നിരൂപകൻ CS വെങ്കടേശ്വരൻ, NH അൻവർ ട്രസ്റ്റ് ചെയർമാൻ SK അബ്ദുള്ള തുടങ്ങിയവർ സംസാരിച്ചു. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ പ്രസവാനന്തര ചികിത്സയിലിരിക്കെ യുവതി മരിച്ച സംഭവത്തിൽ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് സമർപ്പിച്ച റിപ്പോർട്ട് തള്ളി ന്യൂനപക്ഷ കമ്മീഷൻ. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് AA റഷീദ് ചൊവ്വാഴ്ച ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടത്തിയ സിറ്റിംഗിലാണ് റിപ്പോർട്ട് പരിഗണിച്ചത്. അമ്പലപ്പുഴ കരൂർ സ്വദേശിനി മരിച്ച സംഭവത്തിൽ റിപ്പോർട്ട് തൃപ്തികരമല്ലെന്നും വിശദമായ റിപ്പോർട്ട് അടുത്ത സിറ്റിംഗിന് മുമ്പ് നൽകണമെന്നും കമ്മീഷൻ കർശന നിർദ്ദേശം നൽകി. സംഭവത്തിൽ ന്യൂനപക്ഷ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിരുന്നു. തുടർന്ന് ആരോഗ്യവകുപ്പ് സെക്രട്ടറി, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറേറ്റ്, ജില്ലാ പോലീസ് മേധാവി, മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് എന്നിവർക്ക് നോട്ടീസ് നൽകുകയായിരുന്നു. ഇതിൽ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് നൽകിയ വിശദീകരണം തൃപ്തികരമല്ലെന്നും ശരിയായ ഫോർമാറ്റിൽ പോലും നൽകിയിട്ടില്ലെന്നും ഇത് പരിഹരിച്ച് കൂടുതൽ വിശദമായ റിപ്പോർട്ട് നൽകാനും കമ്മീഷൻ നിർദ്ദേശിച്ചു. ആകെ 11 കേസുകളാണ് ചൊവ്വാഴ്ച കമ്മീഷൻ പരിഗണിച്ചത്. ഇതിൽ 2 കേസുകൾ തീർപ്പാക്കി. വണ്ടാനം മെഡിക്കൽ കോളേജ് ഭരിക്കുന്നത് മാഫിയ സംഘമാണെന്ന് BJP ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് MV ഗോപകുമാർ. സൂപ്രണ്ടിനെയും MLAയും പുറത്താക്കിയാലേ ആശുപത്രിയുടെ ഇന്നത്തെ ശോച്യാവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ കഴിയൂവെന്നും അദ്ദേഹം പറഞ്ഞു. വണ്ടാനം മെഡിക്കൽ കോളേജിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കുക, ഷിബിനയുടെ മരണത്തിൽ ഉന്നതതല അന്വേഷണം നടത്തുക, മെഡിക്കൽ കോളേജിനെ തകർത്ത് സ്വകാര്യ ലോബിയെ സഹായിക്കുവാനുള്ള MLAയുടെ നീക്കം അവസാനിപ്പിക്കുക, മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനെ പുറത്താക്കുക, ആരോപണ വിധേയരായ ഡോക്ടർമാരെ സർവീസിൽ നിന്ന് നീക്കം ചെയ്യുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് BJP അമ്പലപ്പുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സായാഹ്ന ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു MV ഗോപകുമാർ. കേരളത്തിലെ മെഡിക്കൽ കോളേജുകളെല്ലാം ജനസേവനത്തിനായി പ്രവർത്തിക്കുന്ന അവസരത്തിൽ ആലപ്പുഴയിലെ മെഡിക്കൽ കോളേജ് മാത്രം ഈ തരത്തിൽ രോഗികളെ കൊലപ്പെടുത്താനുള്ള ഒരു കേന്ദ്രമാക്കി മാറ്റുന്നത് ആരുടെ ആസൂത്രിതമായിട്ടുള്ള നിലപാടാണ് എന്ന് വ്യക്തമാക്കിയിട്ടിരിക്കുന്നു. ഇതിൽ ഗൂഢാലോചനയുണ്ട് എന്ന് ഇവിടുത്തെ ജനങ്ങൾ ഉറച്ചു വിശ്വസിക്കുകയാണ്, BJP വിശ്വസിക്കുകയാണ്. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ മാത്രം എന്താണ് ഈ തീരാത്ത ദുരിതങ്ങൾ, എന്താണ് പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങൾ എന്ന് വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ അന്വേഷിക്കേണ്ട കാലഘട്ടമാണ്. എത്ര മരണങ്ങളായി ഇപ്പോൾ ഷിബിനയുടെ മരണത്തെ പറ്റി പറയുന്നത്? എത്ര മരണങ്ങളായി ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ അവസാനമില്ലാതെ രോഗികൾ, ഇവിടെ ചികിത്സയ്ക്ക് വേണ്ടി വരുന്ന രോഗികൾ മരിക്കപ്പെടുന്ന സാഹചര്യം, പ്രസവത്തിനെത്തുന്ന യുവതികൾ മരിക്കപ്പെടുന്ന സാഹചര്യം. ആലപ്പുഴ മെഡിക്കൽ കോളേജിനോട് അനുബന്ധിച്ചിട്ടുള്ള നമുക്കറിയാം കടപ്പുറം ഹോസ്പിറ്റലിന്റെ സ്ഥിതിയും വ്യത്യസ്തമല്ല. BJP മണ്ഡലം പ്രസിഡന്റ് V ബാബുരാജ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി അരുൺ അനിരുദ്ധൻ, ജില്ലാ ട്രഷറർ KG കർത്ത, സംസ്ഥാന സമിതി അംഗം കൊട്ടാരം ഉണ്ണികൃഷ്ണൻ, സംസ്ഥാന കൗൺസിൽ അംഗം V ശ്രീജിത്ത്, മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ അനിൽ പാഞ്ചജന്യം, സന്ധ്യ സുരേഷ്, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ S രമണൻ, രേണുക ശ്രീകുമാർ, മണ്ഡലം ഭാരവാഹികൾ, മോർച്ച ജില്ലാ ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. യുവജനങ്ങൾ ഉത്തരവാദിത്ത ബോധമുള്ളവരാകണമെന്നും വെല്ലുവിളികളെ അതിജീവിച്ച് ജീവിത വിജയം നേടാൻ കഠിന പരിശ്രമം നടത്തണമെന്നും കോട്ടയം ജില്ലാ കളക്ടർ B വിഘ്നേശ്വരി ചങ്ങനാശ്ശേരി അസംഷൻ ഓട്ടോണമസ് കോളേജിൽ ആരംഭിച്ച യുവ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കളക്ടർ. So we always carry forward the thoughts, be it negative or positive,
primarily being negative into our next days. ഒരാൾ നമ്മൾ കാണുമ്പോൾ അവരുമായിട്ട് നമ്മൾ ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ ഇൻട്രാക്ഷൻസിൻ്റെ മുകളിലാണ് ഒരാളെ നമ്മൾ കാണുന്നത്. പക്ഷേ എവറി ഇൻട്രാക്ഷൻ, എവറി ട്രാൻസാക്ഷൻ ഇസ് യുണീക്ക്. Okay, only when we are able to appreciate it, we will be able to appreciate the beauty in a particular person. And regarding your life skills, idea pitching ന്റെ കാര്യത്തിൽ ഇവിടെ ഇത്ര പേർ ഉണ്ടെങ്കിലും ഇത് ഇൻട്രാക്ഷൻ ആകുമ്പോൾ എനിക്ക് തോന്നുന്നു മിക്കവാറും 20-30% കുട്ടികളായിരിക്കും ഇൻട്രാക്ട് ചെയ്തത്. ബാക്കി എല്ലാവരും പാസീവ് ആയിരിക്കും. ഈ പാസീവ് ആയിരിക്കുന്നതിന്റെ റീസൺ എന്തായിരിക്കും? യു മൈറ്റ് ബി ഫിയറിങ് ദാറ്റ് ഞാൻ പറയുന്നത് ശരിയായിരിക്കുമോ, ഞാൻ പറഞ്ഞാൽ ഇവർ ചിരിക്കുമോ, കളിയാക്കുമോ. പക്ഷേ ശരിയായിട്ട് പറഞ്ഞാലും ചിരിക്കും, കളിയാക്കും. എന്ത് ചെയ്താലും ചിരിക്കാൻ കളിയാക്കാനും ഇവിടെ ആൾക്കാരുണ്ട്. സോ എന്തോ ഇങ്ങനെ എല്ലാവരെയും പുൾ ഡൗൺ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടി നമ്മുടെ ഉള്ള കഴിവ് നമ്മൾ മുന്നോട്ട് കൊണ്ടുവരാതിരിക്കണ്ട. ഏത് പറഞ്ഞാലും എത്ര സ്റ്റുപ്പിഡായിട്ടിരുന്നാലും. സി ദ ഗ്രേറ്റ് ഫിലോസഫേഴ്സ് were considered to be idiots during their period. ഉദ്ഘാടന സമ്മേളനത്തിൽ കോളേജ് പ്രിൻസിപ്പൽ റവറൻഡ് ഡോക്ടർ തോമസ് പാറത്തറ അധ്യക്ഷത വഹിച്ചു. കോളേജ് മാനേജർ മോൺസിഞ്ഞോർ ജെയിംസ് പാലയ്ക്കൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ റാണി മരിയ തോമസ്, JCI നാലുകോടി പ്രസിഡന്റ് ഡോൺ തോമസ്, ക്യാമ്പ് കോർഡിനേറ്റർ ഡോക്ടർ തെരേസ തോമസ് എന്നിവർ സംസാരിച്ചു. ഉച്ചയ്ക്ക് ശേഷം നടന്ന ക്ലാസ്സിന് ഡോക്ടർ റോസമ്മ ഫിലിപ്പ് നേതൃത്വം നൽകി. രണ്ടാം ദിവസമായ ബുധനാഴ്ച ചങ്ങനാശ്ശേരി സിവിൽ സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ റെന്നി മാത്യു, സ്റ്റാർട്ടപ്പ് കോച്ച് അജയ് ബേസിൽ വർഗീസ് എന്നിവർ ക്യാമ്പ് നയിക്കും. വ്യാഴാഴ്ചയാണ് സമാപനം. എടത്വ സെന്റ് ജോർജ് ഫൊറോന പള്ളിയിൽ വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ തിരുനാൾ പ്രദക്ഷിണം ഭക്തിസാന്ദ്രം. വിശുദ്ധന്റെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണ വീഥികൾ വിശ്വാസികളെ കൊണ്ട് നിറഞ്ഞു. ഫാദർ ജോസഫ് ചോരേട്ട് പ്രദക്ഷിണത്തിന് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. സംസ്ഥാനത്തിനകത്തും പുറത്തുനിന്നും ആയിരക്കണക്കിന് വിശ്വാസികൾ പ്രദക്ഷിണത്തിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു. തമിഴ്നാട്ടിലെ രാജാക്കമംഗലം കന്യാകുമാരി തുറക്കാരാണ് പ്രദക്ഷിണത്തിൽ തിരുസ്വരൂപം വഹിച്ചത്. ചെറിയ രൂപങ്ങളുടെയും ചെണ്ടമേളങ്ങളുടെയും മുത്തുക്കുടകളുടെയും കുരിശിൻ്റെയും അകമ്പടിയോടെ വിശുദ്ധന്റെ തിരുസ്വരൂപം എതിരേറ്റപ്പോൾ പള്ളിമണികൾ കൂട്ടത്തോടെ മുഴങ്ങി. തിരുസ്വരൂപം പള്ളിക്ക് വലം വെച്ചപ്പോൾ വിശ്വാസികൾ തളർവെറ്റിലെയും നോട്ടുമാലയും തിരുസ്വരൂപത്തിൽ അർപ്പിച്ചു വണങ്ങി. തിരുനാൾ പ്രദക്ഷിണത്തിന് ശേഷം തമിഴ് ദേശക്കാർ പള്ളിയിൽ നിന്ന് അവകാശം നേർച്ചയായി വല കെട്ടുന്നതിനുള്ള തലനൂൽ, വള്ളത്തിൽ കെട്ടാനുള്ള കൊടി, ഉപ്പ്, കുരുമുളക്, മലർ എന്നിവ വാങ്ങിയാണ് സ്വദേശത്തേക്ക് മടങ്ങിയത്. പള്ളി വികാരി ഫാദർ ഫിലിപ്പ് വൈക്കത്തുകാരൻ, തിരുനാൾ കോർഡിനേറ്റർ ഫാദർ തോമസ് കാരക്കാട്, കൈക്കാരന്മാർ, മറ്റു ഭാരവാഹികൾ എന്നിവർ തിരുനാൾ പ്രദക്ഷിണത്തിന് നേതൃത്വം നൽകി. ബുധനാഴ്ച മുതൽ നാട്ടുകാരുടെ തിരുനാൾ ആരംഭിക്കും. 14-ന് 8-ഇടത്തോടെയാണ് ചടങ്ങുകൾ സമാപിക്കുക. കുട്ടനാട്ടിലെ മങ്കൊമ്പിൽ ഓടിക്കൊണ്ടിരുന്ന വാഹനത്തിന് തീപിടിച്ചു. ഡ്രൈവർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. നെടുമുടി സ്വദേശി രമേശന്റെ കാറാണ് കത്തിനശിച്ചത്. നെടുമുടിയിലെ രമേശ് ജുവലറി ഉടമ രമേശന്റെ കാറാണ് ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണിയോടെ ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൽ മങ്കൊമ്പിന് സമീപം കത്തി നശിച്ചത്. മങ്കൊമ്പിൽ നിന്ന് നെടുമുടിക്കുള്ള യാത്രാമധ്യേ ചെത്തുതൊഴിലാളി ഓഫീസിന് സമീപമാണ് അപകടമുണ്ടായത്. എഞ്ചിൻ റൂമിൽ നിന്ന് പുക ഉയരുന്നത് ശ്രദ്ധയിൽപ്പെട്ട മറ്റു വാഹനങ്ങളിലെ യാത്രക്കാർ ബഹളം വെച്ച് രമേശന് മുന്നറിയിപ്പ് നൽകുകയായിരുന്നു. ഉടൻ തന്നെ കാർ നിർത്തി പുറത്തിറങ്ങിയതിനാൽ വലിയ അപകടം ഒഴിവായി. രമേശൻ മാത്രമാണ് കാറിലുണ്ടായിരുന്നത്. പമ്പിൽ നിന്ന് 700 രൂപയുടെ പെട്രോൾ എടുത്തിട്ട് ആ പെട്രോൾ എടുത്തിട്ട് ഞാൻ പോയി അവിടെ കൊണ്ട് മങ്കമ്പിൽ അരി പൊടിക്കുന്ന സ്ഥലത്ത് മില്ലിൽ കൊണ്ട് അരി പൊടിപ്പിച്ചിട്ട് തിരിച്ച് വരിക. 50 മീറ്റർ പോലും വന്നിട്ടില്ല, 25 മീറ്ററേ മുന്നോട്ട് വന്നിട്ടുള്ളൂ. വന്നു കഴിഞ്ഞ് ഈ ഗണേശൻ്റെ വർക്ക്ഷോപ്പിൻ്റെ തൊട്ടടുത്ത് വെച്ചാണ് ഈ സംഭവം നടക്കുന്നത് പറഞ്ഞാൽ കത്തുന്നു, ഫ്രണ്ട് വശം കത്തുന്നു. കത്തിയ ഉടനെ തന്നെ പുറകെ വരുന്ന വണ്ടിക്കാർ പറയുന്നുണ്ട്, ചേട്ടാ ചാടി ഇറങ്ങിക്കോ, വണ്ടി കത്തുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ചാടി ഇറങ്ങിയ ഉടനെ തന്നെ ഫ്രണ്ടങ്ങ് കത്തുകയായിരുന്നു.
കത്തി കഴിഞ്ഞാൽ ഈ കത്ത് തന്നെ കണ്ട് ഞാൻ ഉടനെ തന്നെ എൻ്റെ ബുള്ളറ്റിൻ്റെ ബാറ്ററി ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും എടുത്തുകൊണ്ട് പുറത്തിറങ്ങി ഞാൻ വെളിയിലിറങ്ങി. ബുക്കും പേപ്പറും എടുക്കാനുള്ള ചാക്കും എടുക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല. അതിനു മുമ്പ് വണ്ടി അങ്ങ് പുറന്തങ്ങ് കത്തി. ഞാൻ തന്നെ നിശ്ചലമായിട്ട് എന്ത് ചെയ്യണമെന്നറിയാൻ പറ്റും. കാരണം ഇവിടെ വെള്ളമില്ലാത്തൊരു സ്ഥലവും കൂടെ. അപ്പുറത്തെ ചേട്ടനോട് ഞാൻ പറഞ്ഞു, ചേട്ടാ ഓസുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവിടെ തപ്പി നോക്കുമ്പോൾ വെള്ളമില്ല. പിന്നെ ഈ വെള്ളമില്ലാത്തൊരു ദിവസവും കൂടെയാണ്. പിന്നെ എവിടെ നിന്ന് വെള്ളം എടുക്കാൻ പിന്നെ എന്ത് ചെയ്യണമെന്ന്. പിന്നെ നാട്ടുകാരെല്ലാവരും കൂടെ വിളിച്ചാണ് ഫയർഫോഴ്സും മറ്റ് പോലീസുകാരൊക്കെ വരുന്നത്. ഓടിക്കൂടിയ നാട്ടുകാർ തീയണയ്ക്കാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു. തുടർന്ന് ആലപ്പുഴയിലെയും ചങ്ങനാശ്ശേരിയിലെയും ഫയർഫോഴ്സ് യൂണിറ്റ് എത്തിയാണ് തീയണച്ചത്. പുളുങ്ങുന്ന നെടുമുടി പോലീസ് സംഘവും കുട്ടനാട് RT ഓഫീസിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയിരുന്നു. 2007 മോഡൽ വാഹനമാണിത്. കൊടുംചൂടും വാഹനത്തിന്റെ കാലപ്പഴക്കവും മൂലം ഇലക്ട്രിക് ഭാഗങ്ങൾക്കുണ്ടായ തകരാറാവാം തീപിടിക്കുന്നതിന് കാരണമായതെന്നാണ് പ്രാഥമിക നിഗമനം. ചൂടിൽ വെന്തുരുകുന്ന സംസ്ഥാനത്തിന് പ്രതീക്ഷ നൽകി അടുത്ത ദിവസങ്ങളിൽ മഴ മുന്നറിയിപ്പ്. ഇന്ന് അർദ്ധരാത്രി മുതൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇടിമിന്നലോടെ മഴ ലഭിക്കാൻ സാധ്യത. നാളെ വൈകിട്ട് മുതൽ വടക്കൻ കേരളത്തിലെ കൂടുതൽ സ്ഥലങ്ങളിൽ ശക്തമായ മഴ ലഭിച്ചേക്കും. മധ്യ തെക്കൻ കേരളത്തിൽ ഒറ്റപ്പെട്ട മഴയ്ക്കാണ് സാധ്യത. അടുത്ത ആഴ്ച മറ്റു ജില്ലകളിലും മഴ ലഭിച്ചേക്കും. ശക്തമായ മഴ സാധ്യത കണക്കാക്കി 9-ന് മലപ്പുറം, വയനാട് ജില്ലകളിലും 10-ന് ഇടുക്കി ജില്ലയിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. 15-ന് ശേഷം അറബിക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടാനുള്ള സാധ്യത കൂടുതലാണെന്ന് കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നു. മൺസൂൺ ഇത്തവണ നല്ല രീതിയിൽ ലഭിക്കുമെന്നാണ് കണക്കുകൂട്ടൽ. അതേസമയം ആലപ്പുഴ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ ചൊവ്വാഴ്ച ഉഷ്ണതരംഗ സാഹചര്യം നിലനിൽക്കുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. തുടർച്ചയായ ദിവസങ്ങളിൽ അതിതീവ്രമായ ചൂട് രേഖപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചത്. അടുത്ത ദിവസങ്ങളിൽ പത്തനംതിട്ട, കോട്ടയം ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും ആലപ്പുഴ ജില്ലയിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരാൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. പുളിങ്ങുന്ന എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും വിരമിക്കുന്ന പ്രിൻസിപ്പൽ ഡോക്ടർ ജോസഫ് കുട്ടി ജേക്കബിനും സീനിയർ സൂപ്രണ്ട് A. ജാഫറിനും പുളിങ്ങുന്ന പൗരാവലിയുടെ ആഭിമുഖ്യത്തിൽ യാത്രയയപ്പ് നൽകി. ചൊവ്വാഴ്ച രാവിലെ 10-ന് എഞ്ചിനീയറിംഗ് കോളേജ് മിനി ഹാളിൽ സംഘടിപ്പിച്ച യാത്രയയപ്പ് സമ്മേളനം പുളിങ്ങുന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നീനു ജോസഫ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഏത് തൊഴിലിൻ്റെയും ഒരു മാതാവ് എന്ന് പറയുന്നത് അധ്യാപനമാണ്. മികച്ച എഞ്ചിനീയർമാരെയും വൈദഗ്ധ്യമുള്ള ഡോക്ടർമാരെയും ഒക്കെ ഉയർത്തിക്കൊണ്ടുവരുന്നത് അധ്യാപകരാണ്. പലപ്പോഴും നമ്മൾ എവിടെയെങ്കിലുമൊക്കെ എത്തിച്ചേരുമ്പോൾ നമ്മൾ ഇങ്ങനെയുള്ളവരെ ഓർക്കാറില്ല. ശരിക്കും ഈ ഒരു അവസരം, ഈ ഒരു യാത്രയയപ്പ് പലർക്കും ഒരു സുപരിചിതമാണ്. കാരണം ഈ ഒരു യാത്രയയപ്പ് പല കോളേജുകളിലും നടക്കാറില്ല. ഈ ഒരു കുട്ടനാടിൻ്റെ അഭിമാനമായി കുസാറ്റുമായി അപ്ലിക്കേഷൻ ചെയ്തിട്ടുള്ള ഈ കോളേജിൽ വ്യത്യസ്ത ഭാഷകൾ, വ്യത്യസ്ത സംസ്കാരമുള്ള കുട്ടികൾ എത്തിച്ചേരുകയും അവരെ ഒത്തുചേർത്തുകൊണ്ട് നല്ല രീതിയിൽ ഈ ഒരു കോളേജിനെ ഇത്രയും വർഷക്കാലം കാത്തു സൂക്ഷിക്കുവാൻ സാധിച്ച ജോസഫ് സാറിന് ഏറെ സ്നേഹത്തോടെ ഞാൻ യാത്രാമംഗളങ്ങൾ നേരുന്നു. സമ്മേളനത്തിൽ പൗരാവലി പ്രസിഡന്റ് അലക്സ് മാത്യു അധ്യക്ഷനായി. പുളുങ്ങുന്ന് ഫൊറോന വികാരി റവറൻ ഡോക്ടർ ടോം പുത്തൻകളം ഉപഹാര സമർപ്പണം നടത്തി. സർവീസിൽ നിന്ന് വിരമിക്കുന്നവരെ വടക്കേ അങ്ങാടി സഹകരണ ബാങ്ക് പ്രസിഡന്റ് തങ്കച്ചൻ കാനാച്ചേരി പൊന്നാടയണിയിച്ച് ആദരിച്ചു. A.S. വിശ്വനാഥൻ, ബാബു വടക്കേക്കളം, ജോൺ C. ടിറ്റോ എന്നിവർ സംസാരിച്ചു. ഡോക്ടർ ജോസഫ് കുട്ടി ജേക്കബ്, A. ജാഫർ എന്നിവർ മറുപടി പ്രസംഗം നടത്തി. തലവടി CMS ഹൈസ്കൂളിൽ മെയ് 19-ന് നടക്കുന്ന ആഗോള പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സംഗമത്തിന്റെ ഒരുക്കങ്ങൾ വിവിധ സബ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പുരോഗമിക്കുന്നു. വീണ്ടും കാൽപ്പാടുകൾ എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. സ്വാഗത സംഘം യോഗവും പോസ്റ്റർ പ്രകാശനവും കഴിഞ്ഞ ദിവസം നടത്തി. തലവടി CMS ഹൈസ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക മെഗാസംഗമത്തിൻ്റെ ഓഫീസ് ഉദ്ഘാടനം ചെയ്യുന്നു. അതിൻ്റെ ഒരുക്കങ്ങൾ 31 അംഗ കമ്മിറ്റിയോടുകൂടെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരെയും അതിലേക്ക് ക്ഷണിക്കുന്നു. ആഗോളതലത്തിലുള്ള വലിയൊരു കൂട്ടായ്മയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ബോംബെയിൽ നിന്നും ന്യൂഡൽഹിയിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ ഇതിൽ പങ്കെടുക്കുന്നു. എല്ലാവരുടെയും ഇത്രയും നാളത്തെയുള്ള കൂട്ടായ്മ തത്വമാണ് സ്കൂളിൽ അഭ്യർത്ഥിപ്പെട്ടത്. തുടർന്നും തലവടി കുന്തിരിക്കൽ എടത്തുക പ്രദേശത്തിൻ്റെ അഭിവൃദ്ധിക്കായിട്ട് സ്കൂൾ നിലനിൽക്കും. പൂർവ്വ വിദ്യാർത്ഥി നിങ്ങൾ ചെയ്യുന്നതായിട്ടുള്ള എല്ലാതുമായിട്ടുള്ള പ്രവർത്തനങ്ങളെയും അനുമോദിക്കുകയും ചെയ്യും.
സ്കൂൾ അങ്കണത്തിൽ നടന്ന സ്വാഗത സംഘം ഓഫീസിന്റെ ഉദ്ഘാടനം പ്രസിഡന്റ് റവറൻ മാത്യു ജിലോ നൈനാൻ നിർവഹിച്ചു. ഹെഡ്മാസ്റ്റർ റെജിൽ സം മാത്യു അധ്യക്ഷനായി. ബെറ്റി ജോസഫ്, അഡ്വക്കേറ്റ് ഐസക് രാജു, എബി മാത്യു, സജി എബ്രഹാം, ജേക്കബ് ചെറിയാൻ, ഡോക്ടർ ജോൺസൺ വി ഇടിക്കുള, VP സുജീന്ദ്ര ബാബു, GB ഈപ്പൻ, കുരുവിള ഐസക് എന്നിവർ പങ്കെടുത്തു. മെയ് 11 പതാക ജാഥ നടക്കും. പൂർവ്വ വിദ്യാർത്ഥിയും ദേശീയ അധ്യാപക അവാർഡ് ജേതാവുമായ PI ചാണ്ടി പതാക കൈമാറും. 17 കൊടിയേറും. വിവിധ ബാച്ചുകളുടെ സംഗമം മെയ് 19 1 മണി മുതൽ നടക്കും. ഗുരുവന്ദനത്തോടൊപ്പം വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച പൂർവ്വ വിദ്യാർത്ഥികളെ അനുമോദിക്കും. 1841 സ്ഥാപിതമായ ഈ പള്ളിക്കൂടം 1983 ഹൈസ്കൂളായി ഉയർത്തിയത്. SNDP യോഗം നെടുമുടി 18 നമ്പർ ശാഖ ശ്രീനാരായണ ഗുരുദേവ ശ്രീ ഭദ്രാ ഭഗവതി നാഗരാജ ക്ഷേത്രത്തിലെ 14ാമത് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തോടനുബന്ധിച്ച് രുക്മിണി സ്വയംവരം നടന്നു. ക്ഷേത്രത്തിലെ ഈ വർഷത്തെ മകയിരം മഹോത്സവത്തിന്റെ ഭാഗമായി നടത്തുന്ന സപ്താഹയജ്ഞം മെയ് 8 സമാപിക്കും. സപ്താഹയജ്ഞം 5ാം ദിവസമായ തിങ്കളാഴ്ച രാവിലെ പതിവ് ക്ഷേത്രാചാര ചടങ്ങുകൾക്ക് ശേഷം മഹാഗണപതി ഹോമവും വിഷ്ണു സഹസ്രനാമവും നടന്നു. തുടർന്ന് ഗ്രന്ഥ നമസ്കാരത്തിന് ശേഷം ഭാഗവത പാരായണം ആരംഭിച്ചു. 10-നായിരുന്നു രുക്മിണി സ്വയംവര ചടങ്ങുകൾ. രുക്മിണി സ്വയംവരത്തിന് ശേഷം ചെമ്പുംപുറം ശിവശക്തി തിരുവാതിര സംഘത്തിന്റെ തിരുവാതിര അരങ്ങേറി. ക്ഷേത്രം ഭരണസമിതി പ്രസിഡന്റ് C മാധവൻ, സെക്രട്ടറി KG മധുസൂദനൻ, കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ഭാഗവത ശ്രീ ദിലീപ് വാസവൻ തിരുവനന്തപുരം യജ്ഞാചാര്യനായുള്ള ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം മെയ് 8 സമാപിക്കും. തലവടി സെന്റ് തോമസ് ഓർത്തഡോക്സ് പള്ളിയിലെ 163ാം കല്ലിട്ട പെരുന്നാളിന് കഴിഞ്ഞ ദിവസം കൊടികയറി. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഇടവക വികാരി ഫാദർ റോബിൻ വർഗീസ് മേടയ്ക്കൽ കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. മെയ് 13 വരെയാണ് പെരുന്നാൾ ആഘോഷങ്ങൾ. കൊടിയേറ്റിന് മുന്നോടിയായി 163 പ്രാർത്ഥനാ ദീപങ്ങൾ തെളിയിച്ചു. ഇടവക ട്രസ്റ്റി കോശി തോമസ് കന്യാക്കോണിൽ, സെക്രട്ടറി ചെറിയാൻ വർക്കി ഇടയത്ര, കൺവീനർ പ്രിൻസ് പീറ്റർ പാലത്തിങ്കൽ, ജോയിന്റ് കൺവീനർ സോണി ജോസഫ് ചക്കാലയിൽ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. 9 സ്വർഗാരോഹണ പെരുന്നാൾ നടക്കും. 13 രാവിലെ 8 നടക്കുന്ന മൂന്നിന്മേൽ കുർബാനയ്ക്ക് ഡോക്ടർ ഗീവർഗീസ് മാർ ബർണബാസ് മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഇടവകയിലെ 80 വയസ്സ് പൂർത്തിയായവരെ സമാപന ചടങ്ങിൽ ആദരിക്കും. ഇനി ഇന്നത്തെ അറിയിപ്പുകൾ. കേന്ദ്ര സർക്കാർ സംരംഭമായ ബിസിൽ ട്രെയിനിംഗ് ഡിവിഷൻ ഈ മാസം ആരംഭിക്കുന്ന 2 വർഷം, 1 വർഷം, 6 മാസം ദൈർഘ്യമുള്ള മോണ്ടിസോറി, പ്രീ പ്രൈമറി, നഴ്സറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സുകൾക്ക് അപേക്ഷ ക്ഷണിച്ചു. ഡിഗ്രി, +2, SSLC യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. വിശദവിവരങ്ങൾക്ക് 799 444 9314 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. കോട്ടയം ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ഹിന്ദി ടീച്ചർ കാറ്റഗറി നമ്പർ 533/2022 തസ്തികയിലേക്ക് പ്രസിദ്ധീകരിച്ച ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്കുള്ള അഭിമുഖം PSCയുടെ കോട്ടയം ജില്ലാ ഓഫീസിൽ മെയ് 15, 16, 17 തീയതികളിൽ രാവിലെ 9:30 ഉച്ചയ്ക്ക് 12 നടക്കും. ഇത് സംബന്ധിച്ച് ഉദ്യോഗാർത്ഥികൾക്ക് OTR പ്രൊഫൈൽ വഴിയും SMS മുഖേനയും പ്രത്യേകം അറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഉദ്യോഗാർത്ഥികൾ അസൽ തിരിച്ചറിയൽ രേഖ, യോഗ്യത, വെയിറ്റേജ്, കമ്മ്യൂണിറ്റി തെളിയിക്കുന്ന അസൽ രേഖകൾ, വൺ ടൈം വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് എന്നിവ സഹിതം ഹാജരാകണം. പ്രൊഫൈലിൽ ലഭ്യമാക്കിയിരിക്കുന്ന അഡ്മിഷൻ ടിക്കറ്റ്, ബയോഡേറ്റ എന്നിവ ഡൗൺലോഡ് ചെയ്ത് പൂരിപ്പിച്ച് ഇൻ്റർവ്യൂ സമയത്ത് നൽകണം. കേരള സർക്കാരിൻ്റെ നൈപുണ്യ വികസന പരിശീലന സ്ഥാപനമായ അസാബ് കേരള കമ്മ്യൂണിറ്റി സ്കിൽ പാർക്ക് ആലപ്പുഴ ചെറിയ കലവൂരിൽ ആരംഭിക്കാനിരിക്കുന്ന വ്യാവസായിക പ്രാധാന്യവും ഉന്നത നിലവാരവുമുള്ള കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് കോഴ്സുകളിലേക്ക് ഫുൾ സ്റ്റാക്ക് വെബ് ഡെവലപ്പർ ട്രെയിനർമാരെ നിയമിക്കുന്നു. കുറഞ്ഞത് 1 വർഷമെങ്കിലും പ്രവൃത്തി പരിചയമുള്ളവർക്ക് അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് 9455999680 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യപ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന
സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 6620 രൂപ, പവന് 52,960 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.